നമ്മൾ ഏതെങ്കിലും വീടുകളിലോ ഫംഗ്ഷനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കുട്ടികൾ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്ന കാണാം. പ്രത്യേകിച്ച് 2-3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ 30 മിനിറ്റ് ദിവസേനയുള്ള സ്ക്രീൻ ടൈം എത്രത്തോളം ഇമ്പാക്റ്റാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്നതെന്നറിയാം. അത് ഫോക്കസിനെ ബാധിക്കും, അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കും, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാകും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കാം, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും, പെട്ടെന്ന് വയലൻ്റ് ആകുന്ന, സമൂഹത്തിന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ക്യാരക്ടറായിട്ട് മാറാം. ഇത് നിങ്ങളെ മാത്രം അലട്ടുന്ന ഒരു പ്രശ്നമല്ല, ലോകത്തുള്ള മില്യൺസ് ഓഫ് പേരൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ബി എ റെസ്പോൺസിബിൾ പേരൻറ്റ്. ഇതിനൊരു സൊല്യൂഷനുണ്ട്. കുട്ടികളെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യായാമത്തിലോ ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യാറില്ല. അവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് കരാട്ടെ വരുന്നത്. എൻ്റെ അടുത്ത് കരാട്ടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ വർഷങ്ങളോളം 95% വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നുണ്ട്. കാരണം അവരെ അതിൽ എൻഗേജ് ചെയ്യിച്ച് നിർത്തുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ബെൽറ്റ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ വർഷാവർഷം വരുന്ന മത്സരങ്ങൾ, ചാമ്പ്യൻഷിപ്പുകൾ, അതിൽ അവരെ കണ്ടിന്യൂ ചെയ്ത് അതിൽ തന്നെ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്, ബി എ റെസ്പോൺസിബിൾ പേരൻറ്റ്.